ആന എഴുന്നള്ളിപ്പിനായി ഒറ്റക്കെട്ടായി തൃശൂർ പൗരാവലി. കൂട്ടായ്മയിൽ അണിനിരുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതസാമുദായിക നേതാക്കളും. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആചാര സംരക്ഷണ കൂട്ടായ്മ പൂരം പ്രതിസന്ധിക്കെതിരെയുള്ള വികാരമായി. നിയമത്തെ നിയമം കൊണ്ട് മറികടക്കണമെന്നും നാട്ടാന പരിപാലന ചട്ടം ഭേദഗതി ചെയ്ത് അനുകൂല സാഹചര്യം ഒരുക്കണമെന്നും പൊതു അഭിപ്രായമുയർന്നു. കൂട്ടായ്മ പ്രതിസന്ധി മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് സ്വാഗതം പറഞ്ഞു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് വിഷയാവതരണം നടത്തി. തൃശൂർ പൂരത്തെ മാത്രമായി ഒതുക്കാതെ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ ഉത്സവാഘോഷങ്ങളെയും ബാധിക്കുന്ന വിഷയമായതിൽ ജനവികാരം ഉണർന്നു വരണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉത്സവങ്ങളെ സംരക്ഷിക്കണം. ഹൈക്കോടതി വിധി ഉത്സവങ്ങളെ മാത്രമല്ല സമൂഹത്തെ മൊത്തമായി ബാധിക്കുന്നതാണെന്ന് മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. നിയമങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ആർജവം ജനാധിപത്യ സർക്കാർ കാണിക്കണമെന്നാണ് സനീഷ് കുമാർ ജോസഫ് MLA അഭിപ്രായപ്പെട്ടത്. നാട്ടാന പരിപാലന നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാറും പറഞ്ഞു. ഉത്സവാഘോഷത്തിന് തടസ്സം നിൽക്കുന്ന നിയമം തിരുത്തപ്പെടണം. സംസ്കാരത്തിന്റെ ഭാഗമാണ് ഉത്സവങ്ങൾ എന്നാണ് LDF കൺവീനർ KV അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടത്. തൃശൂരിനെ തൃശൂരാക്കുന്നത് തൃശൂർ പൂരമാണ്. അത് ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം വിധി ഉണ്ടാകരുത്. പൂരം നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിക്കണമെന്നും അതോടൊപ്പം ജനവികാരം ഉണർന്നുവരണമെന്നുമാണ് അഡ്വക്കേറ്റ് A ജയശങ്കർ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കണമെന്ന് TS കല്യാണരാമനും അഭിപ്രായപ്പെട്ടു.